ഹിന്ദു പുരാണങ്ങളിലെയും ഇതിഹാസങ്ങളിലെയും 7 ചിരഞ്ജീവികൾ ആരൊക്കെയാണ്? ചിരഞ്ജീവി എന്നാൽ ഇപ്പോഴത്തെ കലിയുഗത്തിന്റെ അവസാനം വരെ ജീവിക്കുന്ന അമർത്യർ എന്നാണ്. ഹിന്ദു ഗ്രന്ഥങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 7 അമരന്മാർ ഇവരാണ്. പരശുരാമൻ, വിഷ്ണുവിന്റെ 6ാമത്തെ അവതാരം. കാർത്തവീര്യാർജുനനെതിരെ പോരാടി ഭൂമിയിൽ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. ഹനുമാൻ, വാനരന്മാരിൽ ഏറ്റവും മഹാനും ശക്തനുമാണ്. വിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമനെ തന്റെ ഏറ്റവും വലിയ ഭക്തനായി അദ്ദേഹം സേവിച്ചു. ശക്തിയുടെ പ്രതീകമായ അദ്ദേഹം ഇന്നത്തെ ഹിന്ദുമതത്തിൽ വളരെയധികം ആദരിക്കപ്പെടുന്ന ഒരു ദൈവമാണ്. അശ്വത്ഥാമാവ്, പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരുടെ മകൻ. കുരുക്ഷേത്ര യുദ്ധത്തിൽ അതിജീവിച്ച ചുരുക്കം ചിലരിൽ ഒരാളാണ് അദ്ദേഹം എന്ന് പറയപ്പെടുന്നു. മഹാനായ യോദ്ധാവായിരുന്നു, പക്ഷേ അധർമ്മം പിന്തുടരുന്ന കൗരവരുടെ പക്ഷം ചേർന്നു. യുദ്ധസമയത്ത് അദ്ദേഹം ചെയ്ത വഞ്ചനാപരമായ പ്രവൃത്തികൾക്ക് അദ്ദേഹത്തിന്റെ അമർത്യത ഭഗവാൻ കൃഷ്ണന്റെ ശാപമായി കണക്കാക്കപ്പെടുന്നു. മഹാബലി, എല്ലാ ലോകങ്ങളെയും കീഴടക്കിയ അസുര രാജാവ്. ഒടുവിൽ വാമനൻ, വിഷ്ണുവിന്റെ 5ാമത്തെ അവതാരം, പരാജയപ്പെടുത്തി. വാമനൻ നൽകിയ വഴിപാടിന്റെ ഫലമായി പാതാളത്തിലേക്ക് തള്ളപ്പെട്ടു. ഓണനാളിൽ അദ്ദേഹം തിരിച്ചുവന്ന് ഒരു ദിവസം രാജ്യം ഭരിക്കുമെന്ന് പറയപ്പെടുന്നു. ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു. വ്യാസൻ ജ്ഞാനത്തെയും ആഴത്തിലുള്ള പാണ്ഡിത്യത്തെയും പ്രതിനിധീകരിക്കുന്നു. മഹാഭാരത ഇതിഹാസത്തിന്റെ രചയിതാവ് അദ്ദേഹമായിരുന്നു. പരാശര മുനിയുടെയും സത്യവതിയുടെയും മകനായി നദിയുടെ മധ്യത്തിൽ അദ്ദേഹം ജനിച്ചു. ജനന സമയത്ത് തന്നെ വളരാനും എപ്പോഴും ജ്ഞാനോദയം തേടുന്ന ഒരാളാകാനുമുള്ള വരം പിതാവ് അദ്ദേഹത്തിന് നൽകി. വിഭീഷണൻ, രാവണന്റെ സഹോദരൻ. രാമൻ ധർമ്മത്തിനു വേണ്ടി പോരാടുന്നവനായതിനാൽ വിഭീഷണനും രാവണന്റെ സഹോദരനും തമ്മിലുള്ള യുദ്ധത്തിൽ രാമന്റെ പക്ഷം ചേർന്നു. സഹോദരന്റെ മരണശേഷം രാമൻ അദ്ദേഹത്തെ ലങ്കയുടെ രാജാവായി കിരീടധാരണം ചെയ്യുന്നു. കൃപാചാര്യൻ, അശ്വത്ഥാമാവിനൊപ്പം കുരുക്ഷേത്ര യുദ്ധത്തിൽ അതിജീവിച്ച 2 കൗരവരിൽ ഒരാൾ. അദ്ദേഹം രാജകുമാരന്മാരുടെ ഗുരുവായിരുന്നു. ദ്രോണാചാര്യരുടെ സഹോദരീ ഭർത്താവായിരുന്നു അദ്ദേഹം.